കൂടിക്കാഴ്ചയിൽ എന്തായി ധാരണ? അല്ല, പത്മകുമാറുമായിട്ട് ഞാൻ ഇന്നലെ ഫോണിൽ സംസാരിച്ചിരുന്നു. രാവിലെ കാണാമെന്നാണ് പറഞ്ഞത്. അതനുസരിച്ചാണ് വന്നത്. അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങൾ ഞങ്ങൾ കാര്യം സംസാരിച്ചില്ല. ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അത് സംഘടനാപരമായി പരിശോധിക്കേണ്ട പ്രശ്നങ്ങളാണ്. സംസ്ഥാന നേതൃത്വത്തിന്റെ സഹായത്തോടെ അവരുടെ സാന്നിധ്യത്തിൽ ഈ വിഷയങ്ങൾ വരുന്ന ദിവസം അധികം താമസിയാതെ തന്നെ പരിശോധിക്കും. അത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കുകയും ചെയ്യും. സംസ്ഥാന നേതൃത്വത്തിന്റെ സാന്നിധ്യത്തിൽ അവരുടെ സഹായത്തോടു കൂടി ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട ഒരു സംഘടനാ പ്രശ്നമാണ് ഉണ്ടായിരിക്കുന്നത്. അത് സംഘടനാപരമായിട്ട് മാത്രമേ പാർട്ടിക്ക് ചർച്ച ചെയ്യാനും തീരുമാനമെടുക്കാനും കഴിയുകയുള്ളൂ. എന്തെങ്കിലും തരത്തിലുള്ള സംഘടനാ പരസ്യ പ്രതികരണത്തിന്റെ പേരിൽ സംഘടനാ നടപടികളൊക്കെ ഉണ്ടാകും. അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അച്ചടക്കലംഘനമാണ്, നടപടി ഉണ്ടായിക്കോട്ടെ എന്ന്. തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചിട്ടുണ്ട്. ചില അഭിപ്രായങ്ങൾ വ്യക്തിപരമായിട്ട് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം പാർട്ടി വേദികളിലാണ് പരിശോധിക്കേണ്ടത്. സംഘടനാപരമായിട്ട് മാത്രമേ ഞങ്ങൾക്കത് പരിശോധിക്കാൻ കഴിയുകയുള്ളൂ. അടുത്ത ദിവസം ചേരുന്ന ജില്ലാ സമിതി യോഗത്തിൽ അദ്ദേഹം കൂടി പങ്കെടുക്കുമായിരിക്കും. അദ്ദേഹത്തിന് പങ്കെടുക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ജില്ലാ കമ്മിറ്റിയുടെ യോഗം എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് പങ്കെടുക്കാം, അദ്ദേഹത്തിന് വേണമെങ്കിൽ അവധി ചോദിക്കാം. എല്ലാ ഓപ്ഷനും അദ്ദേഹത്തിനുണ്ട്. ഈ സംസ്ഥാന കമ്മിറ്റിയിലെ സംസ്ഥാന സമ്മേളനത്തിലെ പല ചർച്ചകൾക്കിടയിൽ ഈ വടക്കോട്ടുള്ളവരെ മാത്രം പരിഗണിക്കുന്നുള്ളൂ, ഇവിടെ പരിഗണിക്കുന്നില്ല. അതോടൊക്കെ ചേർത്ത് വെച്ച് വായിക്കണം അദ്ദേഹത്തിന്റെ ഈ പരാമർശം. എല്ലാം അങ്ങോട്ടേക്ക് മാത്രം കൊണ്ടുപോകുന്ന ഒരു അതിർത്തിയുടെ കൂട്ടി വായിക്കണം. അത്തരത്തിലേക്കുള്ള ഒരു ചർച്ച അവിടെ വന്നിട്ടില്ല. പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ അത് പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ ഏത് ജില്ലയിൽ നിന്നും ഏത് ഭാഗത്തു നിന്നും ഒക്കെ വരാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിനകത്ത് അങ്ങനെ ഒരു പ്രാദേശികമായിട്ടുള്ളൊരു അടിസ്ഥാനത്തിലല്ല സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ആളുകൾ വരുന്നത്. സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരാൻ യോഗ്യതയായവരുടെ എണ്ണം കൂടുതലുള്ള കുറവാണ്. സംഘടനാപരമായി പത്തനംതിട്ട ജില്ല മെമ്പർഷിപ്പ് കുറവുള്ള ജില്ലയാണ്. അപ്പൊ അത്തരം ഒരു ജില്ലയിൽ നമുക്ക് കൂടുതൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ പ്രതീക്ഷിക്കാൻ കഴിയത്തില്ല. ഇപ്പൊ തന്നെ നമുക്കറിയാം വയനാടിൽ പത്തനംതിട്ട പോലെ തന്നെ മെമ്പർഷിപ്പ് കുറവുള്ള ജില്ലയാണ്. ആ ജില്ലയിൽ പുതിയൊരു ജില്ലാ സെക്രട്ടറി വന്നപ്പോൾ നിലവിൽ ഉണ്ടായിരുന്ന ഒരു സംസ്ഥാന കമ്മിറ്റി അംഗത്തെ ഒഴിവാക്കേണ്ടി വന്നു. കാരണം 3 പരിമിതപ്പെടുത്താൻ വേണ്ടിയാണ്. അതെല്ലാം നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ തന്നെയാണ്. പ്രായോഗികമായി അതാണ് പാർട്ടിയുടെ ഒരു കീഴ്വഴക്കം. കൂടുതൽ പ്രകോപനങ്ങൾ ഉണ്ടാക്കുക ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞു. ആ അഭിപ്രായം സംബന്ധിച്ചാണ് നമ്മൾക്കത് സംഘടനാപരമായി, കാരണം അദ്ദേഹത്തിന്റെ ഘടകത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. ഈ ബ്രാഞ്ചിൽ മാത്രം ഒതുങ്ങി പ്രവർത്തിക്കുന്ന നേതാവാണോ പത്മകുമാറിനെ സംബന്ധിച്ച് ഞാൻ രാവിലെ തന്നെ പറഞ്ഞിരുന്നു. അദ്ദേഹം MLA എന്ന നിലയിൽ വളരെ പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തിയാണ്. ജില്ലയിൽ മാത്രമല്ല DYFIയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ സംസ്ഥാനം ഒട്ടാകെ നിറഞ്ഞു നിന്ന വ്യക്തിയാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയിൽ വളരെ സത്യസന്ധമായി അദ്ദേഹം പ്രവർത്തിച്ച ആളാണ്. വലിയ കഴിവുള്ള വ്യക്തി തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ തീർച്ചയായിട്ടും പാർട്ടിക്കൊപ്പം ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ്. ഉന്നയിക്കുന്ന ഒരു പ്രധാന പ്രശ്നം സ്ഥാനക്കയറ്റത്തിന്റെ മാനദണ്ഡം. അതായത് വർഗ ബഹുജന സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പാർലമെന്ററി സ്ഥാനം ഉള്ള ആളുകളെ മാത്രം അവരെ സ്ഥാനക്കയറ്റത്തിന് പരിഗണിക്കുന്നു എന്നുള്ള ഒരു വലിയ ആരോപണം ഉന്നയിച്ചു. പാർലമെന്ററി രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ അതിൽ പ്രധാനമായും മന്ത്രിമാരാകുമ്പോൾ നയപരമായ തീരുമാനമെടുക്കുന്ന ഒരു സമിതിയിൽ തീർച്ചയായിട്ടും അവര് ഉണ്ടാവേണ്ടതുള്ളത് കൊണ്ടാണ് അവരെ ക്ഷണിക്കപ്പെട്ട ആളുകളായിട്ട് പാർട്ടി എടുക്കുന്നത്. ഇപ്പോൾ രവീന്ദ്രനാഥ് മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം സംസ്ഥാന സമിതി അംഗമല്ലായിരുന്നു. അപ്പോൾ സംസ്ഥാന സമിതിയിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പറയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അദ്ദേഹത്തെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ക്ഷണിതാവായി എടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ അതാണ് കേരളത്തിൽ നയരൂപീകരണം നടത്തുന്ന ഒരു സമിതി സംസ്ഥാന സമിതിയാണ്. അപ്പൊ ആ നിലയിൽ പാർലമെന്ററി രംഗം ചുമതലപ്പെട്ട വ്യക്തി എന്ന നിലയിൽ, കാരണം വീണ ജോർജിന് പാർലമെന്ററി രംഗത്താണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സംഘടനാ രംഗത്ത് പ്രത്യേക ചുമതലകൾ ഞങ്ങൾ വീണ ജോർജിന് നൽകിയിട്ടില്ല. അപ്പൊ അതെല്ലാം നമുക്ക് ഇനിയും വരുന്ന ദിവസങ്ങളിൽ പരിശോധിക്കേണ്ട വിഷയങ്ങളാണ്.
ആ വിഷയങ്ങളെല്ലാം പരിശോധിച്ച് സംഘടനാപരമായ തീരുമാനമെടുക്കും. വീണാജോർജിന്റെ വരവ് പല രീതിയിലുള്ള ഭിന്നതയ്ക്ക് ജില്ലയിൽ കാരണമായിട്ടുണ്ട്. കുറച്ച് കാലമായിട്ട് വീണാജോർജിന്റെ വരവ് വർദ്ധിച്ച സ്ഥാനങ്ങൾ വീണാജോർജിനെ കേന്ദ്രീകരിച്ചാണ്. ഒരിക്കലും ഇല്ല. അതെല്ലാം ഞങ്ങളുടെ സ്റ്റേറ്റ് ലീഡർഷിപ്പുമായി സംസാരിച്ച് അക്കാര്യങ്ങളെല്ലാം പരിശോധിച്ച് രൂപവൽക്കരണത്തിൽ അതൊന്നും ഞാൻ ഇവിടെ മീഡിയയുടെ മുന്നിൽ പറയാൻ കഴിയുന്ന ഒരാളല്ല, പറയാൻ കഴിയത്തുമില്ല. സ്റ്റേറ്റ് സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി രൂപീകരണമൊക്കെ സംസ്ഥാന സെക്രട്ടറി പങ്കെടുത്ത് ആ യോഗത്തിൽ അതിന്റെ കാര്യങ്ങളെല്ലാം വളരെ വിശദമായി അവലോകനം ചെയ്ത് ഉള്ള ഒരു രൂപീകരണമാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് സംബന്ധിച്ച് സാധാരണ. സംസ്ഥാന സമ്മേളനത്തിന്റെ കാലത്തും വീണ ജോർജ് മന്ത്രിയായിരുന്നില്ലേ? അന്ന് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സംസ്ഥാന സമിതിയിലേക്ക് ഉൾപ്പെടുത്താതിരുന്നത്? അത് സംസ്ഥാന സെക്രട്ടറി മറുപടി പറയേണ്ട ഒരു പ്രശ്നമാണ്. ഞാൻ മറുപടി പറയേണ്ട ഒരു പ്രശ്നമല്ല. എന്തുകൊണ്ടാണ് അംഗസംഖ്യ ശരിയായിരുന്നോ, എന്താണ് കാരണം നമുക്ക് അറിഞ്ഞുകൂടാ. അംഗസംഖ്യക്ക് ഒരു പ്രശ്നമാണ്. എന്തായാലും അദ്ദേഹം ഉയർത്തിയ വിഷയം ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്യും, സംസ്ഥാന നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും. ഞാൻ സൂചിപ്പിച്ചു, സംഘടനാപരമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അത് സംഘടനാപരമായിട്ട് തന്നെ ചർച്ച ചെയ്യും.